മധ്യപൂർവേഷ്യൻ രാഷ്ട്രീയത്തിലും ആഗോള സുരക്ഷാ രംഗത്തും കടുത്ത ആശങ്ക വിതച്ചുകൊണ്ട് ഇറാൻ ഭരണകൂടം തങ്ങളുടെ രാജ്യത്തെ വിദേശ ചാരശൃംഖലകൾക്കെതിരെയുള്ള നടപടികൾ അഭൂതപൂർവമായ വിധം ശക്തമാക്കിയിരിക്കുകയാണ്. രാജ്യത്തിന്റെ സുരക്ഷാ സംവിധാനങ്ങളെയും ആണവ പദ്ധതികളെയും ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന വിദേശ ഏജന്റുമാരെയും പ്രാദേശിക സഹായികളെയും കണ്ടെത്തി വധശിക്ഷയ്ക്ക് വിധേയമാക്കുന്ന പ്രക്രിയയാണ് ടെഹ്റാനിൽ ഇപ്പോൾ തകൃതിയായി നടക്കുന്നത്. ഇതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് മെഹ്ദി ഖനേക്കി എന്ന ഇറാൻ പൗരന്റെ വധശിക്ഷ. ഇസ്രയേലിന്റെ ചാരസംഘടനയായ മൊസാദിനും അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയായ CIA-ക്കും സാങ്കേതികവും തന്ത്രപരവുമായ സഹായങ്ങൾ നൽകിയെന്ന കുറ്റത്തിനാണ് ജുഡീഷ്യറിയുടെ നിർദ്ദേശപ്രകാരം ഇയാളെ തൂക്കിലേറ്റിയത്. ഇറാന്റെ ജുഡീഷ്യൽ വിഭാഗം പുറത്തുവിട്ട ഔദ്യോഗിക വിവരങ്ങൾ അനുസരിച്ച് വിദേശത്തെ ശത്രു രാജ്യങ്ങൾക്കും സായുധ സംഘങ്ങൾക്കും അനുകൂലമായി രാജ്യത്തിനുള്ളിൽ അനധികൃത ഓപ്പറേഷനുകൾ നടപ്പിലാക്കുക എന്നതായിരുന്നു മെഹ്ദി ഖനേക്കിയുടെ പ്രധാന ചുമതല. രാജ്യത്തിന്റെ പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റമായും ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയായും കണക്കാക്കാവുന്ന വിവരങ്ങൾ ഇയാൾ ശത്രു രാജ്യങ്ങൾക്ക് ചോർത്തി നൽകിയതായി ഇറാനിയൻ കോടതി കണ്ടെത്തുകയായിരുന്നു. 2025 നടന്ന പാരമ്യത്തിലെത്തിയ ഇറാൻ ഇസ്രയേൽ സൈനിക സംഘർഷത്തിന് ശേഷമാണ് ഇത്തരത്തിലുള്ള കടുത്ത നടപടികളിലേക്ക് കടക്കാൻ ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ്സും രഹസ്യാന്വേഷണ വിഭാഗവും തീരുമാനിച്ചത്. ആഗോളതലത്തിൽ വൻ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ച ഈ പോരാട്ടങ്ങൾക്ക് തൊട്ടു പിന്നാലെയാണ് ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന അയത്തുള്ള അലി ഖമേനി വധിക്കപ്പെട്ടത്. ഈ അപ്രതീക്ഷിത തിരിച്ചടി ഇറാന്റെ സുരക്ഷാ ചരിത്രത്തിലെ ഏറ്റവും വലിയ വീഴ്ചയായാണ് കണക്കാക്കപ്പെട്ടത്. ഖമേനിയുടെ വധത്തെ തുടർന്ന് രാജ്യത്തിനുള്ളിലെ ഒറ്റുകാരെയും വിദേശ ചാരന്മാരെയും പൂർണ്ണമായി വേരോടെ പിഴുതെറിയുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇറാൻ ജുഡീഷ്യറിയും സുരക്ഷാ വിഭാഗവും സംയുക്തമായി രംഗത്തിറങ്ങിയത്. തങ്ങളുടെ പരമോന്നത നേതാവിന്റെ വധത്തിന് പിന്നിൽ പ്രവർത്തിച്ച മൊസാദ് CIA അച്ചുതണ്ടിന് ഉള്ളിൽ നിന്ന് സഹായം നൽകിയവരെ കണ്ടെത്താൻ രാജ്യമൊട്ടാകെ വ്യാപകമായ പരിശോധനകളാണ് നടന്നത്. ഖനേക്കിയുടെ വധശിക്ഷ കേവലം ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല, മറിച്ച് അടുത്ത കാലത്തായി ഇറാൻ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വലിയൊരു ശുദ്ധീകരണ പ്രക്രിയയുടെ തുടർച്ച മാത്രമാണ്. ആണവ പദ്ധതികളുമായി ബന്ധപ്പെട്ട രഹസ്യങ്ങൾ ചോർത്തിയതിനും ഇസ്രയേലിന് തന്ത്രപ്രധാന ലൊക്കേഷനുകൾ കൈമാറിയതിനും ശിക്ഷിക്കപ്പെട്ട ഗുലാം റേസ ഖാനി ഷക്കാറാബ്, യാക്കൂബ് കരീംപൂർ എന്നിവരുടെ വധശിക്ഷയും വിദേശ മാധ്യമങ്ങളിൽ വലിയ വാർത്തയായിരുന്നു. ഇതോടൊപ്പം തന്നെ ഇറാന്റെ പ്രതിരോധ മേഖലയ്ക്ക് വലിയ തിരിച്ചടിയായ മറ്റൊരു കാര്യമായിരുന്നു ആണവ സാങ്കേതിക രംഗത്തെ പ്രമുഖരുടെ അറസ്റ്റും തുടർന്നുള്ള ശിക്ഷാ നടപടികളും. ആണവ എഞ്ചിനീയറായ ജവാദ് നയമി, പ്രമുഖ ആണവ ശാസ്ത്രജ്ഞർ റൂസ്പെ വാദി എന്നിവരും ഇത്തരം ചാരവൃത്തി കേസുകളിൽപ്പെട്ട് തൂക്കിലേറ്റപ്പെട്ടവരുടെ പട്ടികയിലുണ്ട്. കൂടാതെ നാസർ ബക്കർസാദ ഉൾപ്പെടെയുള്ള മറ്റ് പ്രമുഖരുടെയും വധശിക്ഷകൾ അടുത്തടുത്ത ദിവസങ്ങളിലാണ് ഇറാൻ നടപ്പിലാക്കിയത്. വിദേശത്തിരുന്ന് പ്രവർത്തിക്കുന്ന വിമത സംഘങ്ങളുമായി ചേർന്ന് രാജ്യത്തിനുള്ളിൽ അട്ടിമറി പ്രവർത്തനങ്ങൾക്ക് പദ്ധതിയിട്ടു എന്നതായിരുന്നു ബക്കർസാദയ്ക്കെതിരായ ആരോപണം. സൈനിക പോരാട്ടങ്ങളുടെ ചിത്രങ്ങളും വിവരങ്ങളും ശേഖരിച്ചു കൊടുക്കുക, വിദേശ ഏജന്റുമാർക്ക് ഇറാനിൽ തങ്ങാനുള്ള സൗകര്യങ്ങൾ ഒരുക്കുക തുടങ്ങി വിവിധ തരത്തിലുള്ള കുറ്റകൃത്യങ്ങളാണ് ഈ പ്രതികൾ ചെയ്തതായി ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. തങ്ങളുടെ ആഭ്യന്തര സുരക്ഷ കൂടുതൽ കടുപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇന്റലിജൻസ് നിയമങ്ങളും വധശിക്ഷാ നിയമങ്ങളും വിപ്ലവകരമായ മാറ്റങ്ങളാണ് ഇറാൻ പാർലമെന്റ് വരുത്തിയത്. പുതിയ ചാരവിരുദ്ധ നിയമങ്ങൾ അനുസരിച്ച് വിദേശ രാജ്യങ്ങളുമായോ അവരുടെ മാധ്യമങ്ങളുമായോ വിവരങ്ങൾ പങ്കുവെക്കുന്നത് പോലുള്ള പ്രവർത്തനങ്ങളെ രാജ്യദ്രോഹം അഥവാ മൊഹറബ ആയി കണക്കാക്കും. ഇത്തരക്കാർക്ക് യാതൊരു വിധത്തിലുള്ള മുൻകൂർ ആനുകൂല്യങ്ങളും നൽകാതെ നേരിട്ട് വധശിക്ഷ വിധിക്കാനുള്ള അധികാരവും വിപ്ലവ കോടതികൾക്ക് നൽകിയിട്ടുണ്ട്. വർദ്ധിച്ചു വരുന്ന വധശിക്ഷാ നിരക്ക് പാശ്ചാത്യ ലോകത്തും അന്താരാഷ്ട്ര മനുഷ്യാവകാശ പ്രസ്ഥാനങ്ങൾക്കിടയിലും വലിയ എതിർപ്പുകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. അംനസ്റ്റി ഇന്റർനാഷണൽ, ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് തുടങ്ങിയ ആഗോള സംഘടനകൾ നൽകുന്ന മുന്നറിയിപ്പ് അനുസരിച്ച് ഇറാനിൽ അടുത്ത കാലത്ത് വധശിക്ഷ പ്രയോഗിക്കുന്നതിൽ അസാധാരണമായ വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിയമപരമായ ചട്ടക്കൂടുകൾ പാലിക്കാതെ അതിവേഗ കോടതികൾ വഴി രാഷ്ട്രീയ എതിരാളികളെയും വിമതരെയും ഇല്ലാതാക്കാനാണ് ഇറാൻ ഭരണകൂടം വധശിക്ഷയെ ഒരു ആയുധമായി ഉപയോഗിക്കുന്നതെന്നാണ് മനുഷ്യാവകാശ സംഘടനകളുടെ നിരീക്ഷണം. എന്നാൽ ഈ ആരോപണങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുന്ന നിലപാടാണ് ടെഹ്റാൻ സ്വീകരിക്കുന്നത്. രാജ്യത്തിന്റെ സുരക്ഷയും പരമാധികാരത്തെയും ബാധിക്കുന്ന കാര്യങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ സ്വീകരിക്കാൻ ഏതൊരു സ്വതന്ത്ര രാജ്യത്തിനും അവകാശമുണ്ടെന്നാണ് ഇറാന്റെ വാദം.
മൊസാദിന്റെ ഇന്റലിജൻസ് ഓപ്പറേഷനുകൾ മിഡിൽ ഈസ്റ്റിൽ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇറാനിയൻ ആണവ ശാസ്ത്രജ്ഞരെ ലക്ഷ്യമിട്ടുള്ള ഘാതക സംഘടനകളെ അടിച്ചമർത്തേണ്ടത് ഇറാന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. മുൻകാലങ്ങളിൽ സഹ്റാൻ ഫക്രിസാദിയെ പോലുള്ള പ്രമുഖ ആണവ ശാസ്ത്രജ്ഞർ കൊല്ലപ്പെട്ടപ്പോൾ രാജ്യത്തിനുള്ളിലെ ചാരശൃംഖലയെക്കുറിച്ച് വ്യക്തമായ സൂചനകൾ ലഭിച്ചിരുന്നു. വിദേശ രാജ്യങ്ങൾക്ക് വിവരം ചോർത്തുന്നവർക്ക് നൽകുന്ന മുന്നറിയിപ്പ് കൂടിയാണ് ഇത്തരം തുരുതുറിയുള്ള വധശിക്ഷകൾ. മാതൃരാജ്യത്തെ ഒറ്റുകൊടുത്ത് ശത്രു രാജ്യങ്ങളിൽ നിന്ന് പണം കൈപ്പറ്റുന്ന ഏതൊരാൾക്കും ഇതായിരിക്കും ഗതിയെന്ന് തെളിയിക്കുകയാണ് ജുഡീഷ്യറി ചെയ്യുന്നത്. ഇറാനിലെ നിലവിലെ അവസ്ഥ അമേരിക്കയും ഇസ്രയേലും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങളെയും വരും ദിവസങ്ങളിൽ കൂടുതൽ സങ്കീർണമാക്കും. തങ്ങളുടെ ഏജന്റുമാരെയും വിശ്വസ്തരെയും ഇറാൻ ഓരോന്നായി വധിക്കുമ്പോൾ വിദേശ ഏജൻസികൾക്ക് ടെഹ്റാനിലെ നെറ്റ്വർക്കുകൾ പുനഃസൃഷ്ടിക്കുക എന്നത് ഏറെ പ്രയാസമായി മാറും. അതേസമയം രാജ്യത്തിനുള്ളിലെ സാമ്പത്തിക തകർച്ചയും ഭരണകൂടത്തിനെതിരെയുള്ള ജനരോഷവും മറ്റൊരു വശത്ത് പുകയുന്നുണ്ട്. പരമോന്നത നേതാവിന്റെ വധവും ആഗോള ഉപരോധങ്ങളും ഉണ്ടാക്കിയ അസ്ഥിരത മറികടക്കാൻ ഇത്തരം സൈനിക നടപടികൾ കൊണ്ട് മാത്രം സാധിക്കില്ലെന്ന വിലയിരുത്തലുകളുമുണ്ട്. ടെഹ്റാനിൽ തുടരുന്ന ഈ മരണശിക്ഷാ പരമ്പരകൾ അന്താരാഷ്ട്ര സമൂഹത്തിൽ ഇറാന്റെ പ്രതിച്ഛായയെ കൂടുതൽ നിഴലിലാക്കുന്നുണ്ട്. തടവിലാക്കപ്പെട്ടവർക്ക് നീതിപൂർവമായ വിചാരണ ഉറപ്പാക്കണമെന്നും യുണൈറ്റഡ് നേഷൻസ് സമിതികൾ നിരന്തരം ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ഇറാൻ അതിനൊന്നും വകവെക്കുന്നില്ല. ഇറാൻ ഇസ്രയേൽ പോരാട്ടം കേവലം അതിർത്തികളിലെ മിസൈൽ ആക്രമണങ്ങളിൽ മാത്രം ഒതുങ്ങുന്നില്ലെന്നും അത് അതീവ രഹസ്യമായ ചാരയുദ്ധങ്ങളിലൂടെ വീടുകളിലേക്കും ലാബുകളിലേക്കും പടർന്നിരിക്കുന്നുവെന്നും ഈ സംഭവങ്ങൾ തെളിയിക്കുന്നു. മെഹ്ദി ഖനേക്കിയുടെയും മറ്റ് ശാസ്ത്രജ്ഞരുടെയും വധശിക്ഷകൾ ഇറാൻ രാഷ്ട്രീയത്തിലെ ഒരു വലിയ വഴിത്തിരിവാണ്. ഖമേനിയുടെ മരണത്തിന് ശേഷം തങ്ങളുടെ രാജ്യത്തിന്റെയും സുരക്ഷാ സംവിധാനങ്ങളെയും പൂർണ്ണമായും പുനഃസംഘടിപ്പിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് ടെഹ്റാൻ. ഈ സുരക്ഷാ നടപടികൾ ഇറാനെ കൂടുതൽ സുരക്ഷിതമാക്കുമോ അതോ ആഗോളതലത്തിൽ കൂടുതൽ ഒറ്റപ്പെടുത്തുമോ എന്നത് വരും ദിവസങ്ങളിലെ അന്താരാഷ്ട്ര രാഷ്ട്രീയ നീക്കങ്ങളെ അടിസ്ഥാനമാക്കിയിരിക്കും.